പിന്നെ ഇനി ഇതിന്റെ ക്രിറ്റിസിസംസ്, പ്രധാനപ്പെട്ട ക്രിറ്റിസിസംസും കൺസേൺസും എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ബ്രീഫായിട്ട് ഇനി പരിശോധിക്കുന്നത്. ഈ പരിസ്ഥിതി ഗ്രൂപ്പുകളും വളരെ പോളിസി വിദഗ്ധരുമായിട്ടുള്ള ആൾക്കാർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇതിൽ ലിമിറ്റഡ് പവർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റിന് മാനുഫാക്ചർ ചെയ്യാൻ ഉള്ള ഫാക്ടറികൾ സ്ഥാപിക്കാൻ അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യാനുള്ള ഇപ്പൊ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ വരുന്ന കീടനാശിനികളുടെ 60% ചൈനയിൽ നിന്ന് വരുന്നതാണ്. ചൈനയിൽ നിന്ന് അതിന്റെ മെയിൻ കെമിക്കൽ വരുന്നു, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കുപ്പിയിലാക്കിയിട്ട് തരുന്ന ചൈനയാണ് ആക്ച്വലി ഈ കെമിക്കൽസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ മെജോറിറ്റി ഓഫ് കെമിക്കൽസ് എല്ലാം ചൈനയിൽ നിന്ന് വരുന്നതാണ്. അത് ഇന്ത്യയിലേക്ക് മാത്രമല്ല, അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കും എല്ലാം ചൈനയാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോ അങ്ങനെ സപ്ലൈ ചെയ്ത് വരുന്ന സാധനം ഫോർമുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാനോ ഒക്കെയുള്ള ലൈസൻസ് കൊടുക്കുക, പിന്നെ ഇതുമാതിരിയുള്ള പെസ്റ്റിസൈഡ് ഇൻസ്പെക്ടേഴ്സിനെ നിയമിക്കുക, അത് ടെസ്റ്റ് ചെയ്യാനുള്ള ലാബറട്ടറികൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ ഉണ്ടാക്കുക, ഇത്രയൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാരം പറയുന്നു. അതായത് ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പെസ്റ്റിസൈഡ് ബാൻ ചെയ്യാൻ ഇപ്പം കേരള ഗവൺമെന്റ് 12 പെസ്റ്റിസൈഡ് 2011 2010-ലോ 2011-ലോ ബാൻ ചെയ്തു. എല്ലാ ചുവപ്പ് കവറുള്ള രൂക്ഷ വിഷം അല്ലെങ്കിൽ അത്യുഗ്ര വിഷം എന്നറിയപ്പെടുന്ന കീടനാശിനികൾ സ്റ്റേറ്റ് ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് അത് ബാൻ ചെയ്തു. കേരള ഗവൺമെന്റിന് 6 മാസം ബാൻ ചെയ്യാനേ പ്രൊവിഷൻ ഉള്ളൂ കേന്ദ്ര കീടനാശിനി നിയമപ്രകാരം. പക്ഷെ അത് അവരങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴ് പെസ്റ്റിസൈഡ് ഡീലർമാര് ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് ഹൈക്കോടതി കൃത്യമായിട്ട് പറഞ്ഞു സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ഫ്യൂറാഡാനും മോണോക്രോട്ടോഫോസ് അടക്കമുള്ള കീടനാശിനികൾ വിൽക്കാൻ അനുമതി കൊടുത്തിരിക്കണം. നിയമം അങ്ങനെയാണ്, ഹൈക്കോടതിക്ക് അതേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ നിയമവും അതുമാതിരി തന്നെയാണ്. അതിനുള്ള അധികാരമൊക്കെ സെൻട്രൽ ഗവൺമെന്റിനാണ് അധിഷ്ഠിതമായിരിക്കുന്നത്, അല്ലാണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനല്ല. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇല്ല അധികാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിമർശനം വരുന്നത്. നമുക്ക് സാധാരണ നമ്മൾ പറഞ്ഞ ഈ ജനാധിപത്യത്തിനും സയൻസിനും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റി. സയൻസിൽ എപ്പോഴും ചോദ്യം ചെയ്യലാണ്, ജനാധിപത്യത്തിൽ ചോദ്യം ചെയ്യലാണ്. ഇപ്പൊ മോഡിനെയോ പിണറായി വിജയനോ ആര് വേണം നമുക്ക് ചോദ്യം ചെയ്യാം, സയൻസിലും ആര് വേണമെങ്കിലും ചോദ്യം ചെയ്യാം. പക്ഷെ സയൻസിൽ തെളിവുകളുടെ ആധിപത്യമാണ്, ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് എവിഡൻസ് ആണ് സയൻസിൽ. എവിഡൻസ് അല്ലാണ്ട് വേറെ ഒന്നും സ്വീകരിക്കില്ല സയൻസിൽ. പക്ഷെ ജനാധിപത്യത്തിലോ അവിടെ പോപ്പുലർ ഗെയിമാണ്. ജനങ്ങളെല്ലാം കീടനാശിനി വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കീടനാശിനി വേണ്ട എന്ന് സർക്കാർ തീരുമാനിക്കും. എൻഡോസൾഫാന്റെ കേസിൽ നമ്മൾ കണ്ടതാണ്, വലിയൊരു കഥയാണ്. അപ്പൊ അവിടെ ഇത്രയും വലിയ സ്റ്റോറി ഉണ്ടാക്കി പത്രമാധ്യമങ്ങളിൽ വന്ന് സയന്റിഫിക് എൻക്വയറി യഥാർത്ഥത്തിൽ വേണ്ട രീതിയിൽ നടത്താതെ എൻഡോസൾഫാൻ ആണ് ഈ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇംപ്ലിക്കേറ്റ് ചെയ്ത് ഒടുവിൽ അത് ബാൻ ചെയ്യും. പഴയ കെമിക്കലൊക്കെ ബാൻ ചെയ്യണം, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആവശ്യമായിട്ടുള്ള തെളിവുകൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള തെളിവുകളെ കുറിച്ചിട്ടുള്ള വേണ്ടത്ര പഠനം നടത്താതെയാണ് ഇത് അവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു പോപ്പുലർ ഈ ഉണ്ടാക്കിക്കൊണ്ട് ഒരു കീടനാശിനിയെ ബാൻ ചെയ്യാനൊന്നും പറ്റൂല. അതിനുള്ള അധികാരമൊന്നും സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുത്തിട്ടില്ല. അതാണ് എൻവയോൺമെന്റൽ ഗ്രൂപ്പുകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പറയുന്നത്. പിന്നെ അക്കൗണ്ടബിലിറ്റി ആൻഡ് എൻഫോഴ്സ്മെന്റ് മെക്കാനിസംസ് റിമെയിൻ വീക്ക്. അവർ പറയുന്നത് ഇത്രയൊന്നും പോരാ. ഒരു പെസ്റ്റിസൈഡ് പോയിസണിങ്, ഉദാഹരണത്തിന് മഹാരാഷ്ട്രയിലെ യവത്മാലില് 2022-23 കാലഘട്ടത്തിൽ 21 പേര് മരിച്ചു. IARAയിൽ ഉണ്ടായിരുന്ന ഡയറക്ടറുടെ ഒരു എൻക്വയറി റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ എൻക്വയറി റിപ്പോർട്ടിൽ പറയുന്നത് പെസ്റ്റിസൈഡ്സ് തുടർച്ചയായിട്ട് തളിച്ചു. മഹാരാഷ്ട്രയിലെ പാവപ്പെട്ട കർഷക തൊഴിലാളികളാണ്. അവര് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം വരെ കീടനാശിനി തളിച്ചു. അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ മെക്കാനിസം, മാസ്ക്, ഗ്ലൗസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോ ഭക്ഷണം കഴിക്കുമ്പോൾ കീടനാശിനി തളിക്കരുത്, എല്ലാം തളിച്ചിട്ട് കുളിച്ചു കഴിഞ്ഞിട്ടേ കഴിക്കാൻ പാടുള്ളൂ, മുറുക്കാൻ പോലും പാടില്ല എന്നാണ്, ചായ വരെ പിടിക്കരുതാണ്. അപ്പോ ഇതൊന്നും ഇല്ലാണ്ട് തന്നെ അവരെ ഇതാക്കുകയും തുടർച്ചയായിട്ട് കീടനാശിനി ആഴ്ചകളോളം തളിക്കുകയും ചെയ്തിട്ടാണ് 21 പേര് മരിച്ചത് എന്നാണ് റിപ്പോർട്ട്. അത് വേറെ കാര്യങ്ങളുണ്ട്. അവര് ഹൈബ്രിഡ് കോട്ടണിലാണ് തളിച്ചത്.
ദേശീയ കോട്ടൺ ആണെങ്കിൽ ഹൈറ്റ് ഇത്രയേ വരുള്ളൂ, തളിച്ചാൽ മൂക്കിലേക്ക് വരില്ല. ഹൈബ്രിഡ് കോട്ടൺ നല്ല വളർച്ചയുള്ളതാണ്. അതിന്റെ മുകളിലേക്ക് ഇങ്ങനെയാണ് തളിക്കുന്നത്. ഒരു മാസ്കും വെച്ചിട്ടില്ല, അത് ഇൻഹലേഷൻ വന്നു, ശ്വസിച്ചിട്ട് നെഞ്ചിന്റെ ഉള്ളിൽ കയറി. നമ്മുടെ ശരീരത്തിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 1.9 സ്ക്വയർ മീറ്ററാണ്. മൊത്തം നമ്മൾ തോലെടുത്ത് വിരിച്ചാൽ 1.9 സ്ക്വയർ മീറ്ററേ വരുള്ളൂ. നമ്മുടെ ലങ്സിന്റെ ഉള്ളിലുള്ള അൽവിയോലൈന്റെ പാട, ആ പാടയുടെ വിസ്തീർണം 7.5 സ്ക്വയർ മീറ്ററാണ്. ശരീരത്തിന്റെ വിസ്തീർണത്തിന്റെ 6 ഇരട്ടി വരും ലങ്സിന്റെ ഉള്ളിലെ സ്ക്വയർ മീറ്റർ. അപ്പൊ ശ്വസിച്ചു കഴിഞ്ഞാൽ വിഷം അകത്ത് കയറാനും അത് നേരിട്ട് രക്തത്തിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോ അവിടെ അതുകൊണ്ടാണ് ഈ ടോക്സിറ്റി ഇങ്ങനെ വന്നതും ആൾക്കാർ മരിക്കാനിടയായത്. പ്രധാനമായിട്ട് ഇൻഹലേഷൻ പോയിസണിംഗ് ആണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പോയിസണിങ്. ഇൻഹലേഷൻ പോയിസണിംഗ് ആണ്. അപ്പൊ അങ്ങനെ മരിച്ചു. അപ്പൊ അതിന് ഈ പോയ തൊഴിലാളികൾക്ക് പോയി എന്നല്ലാണ്ട് ആരാണ് അതിന് കുറ്റക്കാര്, എന്താണ് അവിടുത്തെ സംവിധാനം, അത് പരിഷ്കരിക്കാനോ ചൂണ്ടിക്കാണിക്കാനോ ഒന്നും വേണം ചെയ്യാൻ ഇതിലൊന്നും നിയമമില്ല. അതെല്ലാം സർക്കാർ സംവിധാനങ്ങൾ വേറെ ചെയ്യണം എന്നല്ലാണ്ട് ഒരു പോയിസണിങ് വന്നാൽ ഒന്നും നിയമമില്ല എന്നുള്ളതാണ് വേറെ ഒരു പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. The bill may not be sufficiently address health and environmental risk. ഞാൻ ഈ പറഞ്ഞ ഹെൽത്തും പരിസ്ഥിതികവുമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ജലാശയങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ തോതിൽ മത്സ്യങ്ങൾ മരിച്ചു പോകും. കാരണം നമ്മൾക്കുള്ള പ്രൊട്ടക്ഷൻ മത്സ്യങ്ങൾക്കില്ല. നമുക്ക് MFO1 മിക്സഡ് ഫംഗ്ഷൻ ഓക്സിഡേസസ് 1 and 2 എന്ന് പറയുന്ന രാസാഗ്നികൾ, നമ്മുടെ ഓരോ കോശത്തിലുള്ള രാസാഗ്നികൾ, ഈ വിഷങ്ങളെയൊക്കെ വിഘടിപ്പിച്ച് കളയുന്ന രാസാഗ്നികൾ, അത് സസ്യഭോജികൾക്കും അതിൽ നിന്ന് പരിണമിച്ചുണ്ടായ മനുഷ്യർക്കൊക്കെ വളരെ ശക്തമായിട്ടുള്ള പ്രൊട്ടക്ഷനാണ്. നമ്മൾ അങ്ങനെ തുമ്മിയാതെറിക്കുന്ന മൂക്കൊന്നുമല്ല നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്, വളരെ സ്ട്രോങ് ആണ്. പക്ഷെ ശുദ്ധജല ജീവികൾക്ക് MFO1 ഗ്രൂപ്പ് ഓഫ് എൻസൈംസേ ഉള്ളൂ. അവർ വളരെ വീക്കാണ്. ഇപ്പൊ നമ്മള് നമ്മുടെ വീട്ടിൽ കുത്തുന്ന കൊതുകുതിരിയില്ലേ, കൊതുക് മാറ്റും കൊതുകുതിരിയും എല്ലാം ഒരു ജീവിതകാലം മുഴുവൻ 10-60 കൊല്ലം നമ്മൾ ഉപയോഗിക്കും. നമുക്കൊന്നും പറ്റൂല, നമ്മുടെ കുട്ടികൾക്കും പറ്റൂല. അതിന് ഒരു ഇറുക്കിലൊന്ന് അതിന് മുക്കിയിട്ട് ഒന്ന് അക്വേറിയത്തിൽ കൊണ്ടായിട്ട് ഒന്ന് മുട്ടിച്ചു നോക്ക്, ആ സെക്കൻഡിൽ മത്സ്യങ്ങൾ പിഴഞ്ഞു വരിക്കും. കാരണം മത്സ്യങ്ങൾക്ക് ആ ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് ഇല്ല, അവർക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. അത് ശുദ്ധജല ജീവികൾക്കും അങ്ങനെയാണ്. അവരവരുടെ പരിണാമ ചരിത്രത്തിൽ ഇതുമാതിരിയുള്ള സസ്യവിഷങ്ങളുമായിട്ട് അധികം ഏറ്റുമുട്ടാത്തത് കൊണ്ട് അവർക്ക് ഇതുമാതിരിയുള്ള വിഷങ്ങൾക്കെതിരെ പ്രതിരോധം ആർജിച്ചിട്ടില്ല പരിണാമപരമായി. അതുകൊണ്ട് അവർക്ക് അത് സ്ട്രോങ് വിഷമാണ്. അപ്പോൾ ഈ ജലാശയങ്ങളിലേക്ക് ഈ കീടനാശിനികൾ എത്തിയിട്ട് പിന്നെ മത്സ്യങ്ങൾക്ക് വിഷകരമാവുക, ശുദ്ധജല ജീവികൾക്ക് വിഷകരമാവുക എന്നൊക്കെയുള്ള സാധ്യതയുണ്ട്. അതാണ് പരിസ്ഥിതികമായിട്ടുള്ള വിഷബാധ എന്ന് പറയുന്നത്. അപ്പൊ അതൊന്നും തടയാനുള്ള വേണ്ടത്ര സംവിധാനം ഇതിലില്ല. അതല്ല ഉപയോഗത്തിൽ വരുന്നതാണ്, വേണ്ടത്ര സംവിധാനം ഇതിലില്ല എന്നുള്ളതാണ് വേറൊരു കാര്യമായിട്ട് പറയുന്നത്. പിന്നെ പഴയ ഡ്രാഫ്റ്റിന്റെ ഒക്കെ 2020 ഡ്രാഫ്റ്റിൽ വരുന്ന അതൊക്കെ ഇപ്പോഴും ബാക്കിയുണ്ട്. ഏതായാലും ഇപ്പോഴ് ഇത് അവതരിപ്പിച്ചിട്ട് പിന്നെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒരുവക എല്ലാ കാര്യങ്ങളും തൊട്ട് പറഞ്ഞു. ഇനി നമുക്ക് ചർച്ചയിലേക്കൂടെ മുമ്പോട്ട് പോകാം. ഇതില് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പ്രൈസിംഗ് മെക്കാനിസം. പ്രൈസിംഗ് മെക്കാനിസം അതിന്റെ ഒരു റെഗുലേഷൻ, ഒരു കൺട്രോൾ ഇതിൽ എവിടെയും തന്നെ പറയുന്നില്ല. നമ്മുടെ രാസവള നിയന്ത്രണ ബില്ലൊക്കെ എസൻഷ്യൽ കമ്മോഡിറ്റി ആയിട്ട് രാസവളത്തിന് പ്രൈസ് കൺട്രോൾ പറയുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രൈസ് കൺട്രോൾ. യൂറിയ 6 രൂപയ്ക്കേ വിൽക്കാൻ പാടുള്ളൂ, പൊട്ടാഷ്യം 34 രൂപ ഇതുണ്ടല്ലോ, അതില് വിൽക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. പക്ഷെ കീടനാശിനികൾക്ക് അങ്ങനെ യാതൊന്നും തന്നെ ഇതില്ല. അതിലെ കോമ്പറ്റേറ്റീവ് പ്രൈസേ ഉള്ളൂ. കമ്പനികൾ തമ്മിലുള്ള മത്സരത്തിൽ അവർ പ്രൈസ് കുറക്കുന്നതേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ പറയുന്നില്ല. അപ്പൊ ഇത്രയുമാണ് ഈ കൃഷിക്കാരുടെ ഒരു കൺസേൺ ആയിട്ടുള്ള പ്രൈസിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമുക്കിനി ബാക്കി നമുക്ക് ചർച്ചയിലേക്കൂടെ മുമ്പോട്ട് പോകാൻ പോകും. ഓക്കെ, ഒരു ഡ്രാഫ്റ്റ് ആണ് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ ഡിസ്കഷൻസ് ഉണ്ടല്ലോ, ഷിജോ അല്ലേ, അപ്പോഴത്തെ ഇവര് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി നമുക്ക് ചർച്ചയിലേക്ക് പോകും. സാറും ഇതാ സാർ അല്ലേ, അല്ല ഇതില് ഇന്ന് ഒരു എണ്ണം വെച്ചാൽ അത് വായിക്കാൻ പറ്റില്ല. പറഞ്ഞത് നമുക്കെല്ലാം അറിയാലോ, നമ്മുടെ ആ ഡബ്ബേന്റെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന
കിട്ടുന്നുണ്ട്. അതിപ്പോ മാഡം പറഞ്ഞിട്ട് ഈ ഫോർമൈരിക്കോസ് പോലുള്ള സാധനമാണ് കൊണ്ടുവന്നിട്ട് അകത്ത് പ്രയോഗിക്കുന്നു. നമ്മൾ അടുക്കളയിലും ഒക്കെ പ്രയോഗിക്കുന്ന സാധനം ഇത് ചെടിക്ക് പോലും മാരം കാണുന്നില്ല രീതിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് വരുന്നില്ലേ. ചെറിയൊരു മൈക്രോടോക്സിക് ആവുന്നതിലെ അനുഭവമുണ്ട്. അല്ല ഇതിനെ ഈ പറഞ്ഞ ലൈസൻസുകളുടെ അടുത്ത് നിന്ന് മാത്രമേ ഇത് വാങ്ങാവൂ എന്നുള്ളത് ഈ പറഞ്ഞ കടകളിൽ ഇത് ലഭ്യമാകരുത്. അതായത് ഇപ്പോഴും സൂപ്പർ മാർക്കറ്റിലും കടകളിലും ക്ലോർപൈറിഫോസ് കിട്ടൂല. അതല്ല അതിന്റെ മറ്റ് പലതും ഈ കെമിക്കൽസ് കൂടിയാണല്ലോ ഇപ്പം ഈ പാറ്റക്കും മറ്റേലും എല്ലാം കൊടുക്കുന്ന അതിൽ ക്ലോർപൈറിഫോസ് ഉണ്ട്. ചില മോർട്ടീനിലൊക്കെ ക്ലോർപൈറിഫോസ് ചെറിയൊരു പെർസെന്റേജ് ഉണ്ട്. പിന്നെ ഒരു ലാംഡയോ അല്ലെങ്കിൽ സിന്തറ്റിക് പൈറത്തോമേറ്റ് ആണ് ഒരു കടകളിൽ. ഇതിപ്പോ ഈ നമ്മൾ മരമില്ലിൽ പോയാല് അവരറുക്കുന്ന ഈ മരം ഇറക്കുന്ന ദിവസം ചോദിക്കും ഇത് ട്രീറ്റ് ചെയ്തിട്ട് വേണമെന്ന്. അതിൽ എന്തെന്നാ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നത് നമുക്കറിയില്ല. അവർ പ്രത്യേക ടാങ്കും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് പലതും. അല്ല ഞാൻ പറയുന്നത് ഇത് വ്യാപകമായി നമ്മളെ ശ്വാസം കഴിക്കുന്ന ശ്വാസത്തോട് അടുത്ത് നിൽക്കുന്ന സംഗതിയായി മാറി അടുത്ത് വീട്ടിലും പുറത്തുനിന്ന് ഞാൻ പറയുന്നത് അതിന്റെ അതുകൂടി കവർ ചെയ്യണം. എന്നാൽ ഈ ലൈസൻസിന്റെ അടുത്ത് മാത്രമേ ഇത് വാങ്ങാൻ പാടുള്ളൂ. അതെ, ഓൺലൈൻ ആയാലും അവർക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ അവരെടുക്കുന്ന മേടിക്കാം. അവർ ബില്ലും തരും. ഓൺലൈനായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ബില്ല് കിട്ടുന്നു. GST അടക്കമുള്ള ബില്ലാണ് കിട്ടുന്നത്. അപ്പൊ അത് നമുക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം.